ഇവരുടെ ഈ കോട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കുന്ന ആൾക്കാരൊക്കെ ഇതെടുക്കുന്നതിൻ്റെ മേജർ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ പോകുന്ന ഒരു പുതിയൊരു HTX എന്ന് പറയുന്നൊരു മോഡല് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് ശരിക്കും ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കെന്നുള്ള എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒരു ഓട്ടോമോട്ടീവ് മാനുഫാക്ചറെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ക്രാക്ക് ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ പല ബ്രാൻഡ്സും വന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫെയിൽ ആയി പോകുന്നൊരു മാർക്കറ്റാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പല പ്രോബ്ലംസ് കാണും. നല്ല വണ്ടിയാണെങ്കിൽ പോലും സെല് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് കിയ എന്ന് പറയുന്നൊരു ബ്രാൻഡ് സെൽറ്റോസ് എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ മോഡലുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന ആ ഒരൊറ്റ കൊല്ലം തന്നെ അവർ ഏകദേശം 1,00,000 യൂണിറ്റിന് മുകളിൽ ആ ഒരു വണ്ടി സെല്ല് ചെയ്തു. 1 lakh യൂണിറ്റ്സിന് മുകളിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു വണ്ടി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ ഇന്ത്യക്കാർ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ അവരുടെ രണ്ടാമതല്ലേ ഒരു മാസ് മാർക്കറ്റിലേക്ക് വന്ന രണ്ടാമത്തെ ഒരു മോഡലാണ് ഇന്ന് ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ജനപ്രിയ മോഡൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കിയയുടെ സോനറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2020 സോനറ്റ് ലോഞ്ച് ചെയ്തത്. ഏകദേശം 5 ലക്ഷം യൂണിറ്റോളം ഈ ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ അല്ലെ 4-5 കൊല്ലത്തിനുള്ളിൽ അവർ സെല്ല് ചെയ്തു. ദാറ്റ് നമ്പേഴ്സ് സ്പീക്ക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ 5 ലക്ഷം യൂണിറ്റിന് മുകളിൽ ഒരു വണ്ടി വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അവർ ആ ഒരു കമ്പനി കിയ എന്ന് പറയുന്ന കമ്പനി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു മോഡലും ആ അടുത്ത വണ്ടിയാണെങ്കിലും മാക്സിമം വാല്യൂ ഫോർ മണിയിലുള്ളൊരു വെഹിക്കിളായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിയ സോനറ്റിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണിയുള്ളൊരു മോഡലാണ്. അതായത് അവരുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന HTX എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഡെലിവറി ഒക്കെ എടുത്തു. നമ്മുടെ ഫ്രണ്ട്സ് എടുത്ത വണ്ടിയാണ് ജിൻസും ജെയിനും. അവർ കണ്ണൂരാണ് വണ്ടി കൊണ്ടുവന്ന് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് കൊച്ചി വരെ വന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡിസൈൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഭയങ്കര രസമായിട്ടില്ല ഇതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കംപ്ലീറ്റ്ലി അങ്ങ് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാണ്ട് ഈ ഒരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുമാത്രമല്ല 8 കൊല്ലം വാറണ്ടി വരുന്ന നോർമൽ ഒരു കോട്ടിങ്ങിനേക്കാളും 5x സ്ട്രെങ്ത് വരുന്ന ഇൻഫിനിറ്റി കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഇന്ന് വണ്ടി ചെയ്തിരിക്കുന്നത്. അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി. നമ്മുടെ കൊച്ചിയിലുള്ള ലൂസ്റ്റൺ ഷോറൂമിൽ നിന്നാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ ഡെലിവറി എടുത്തുള്ളൂ. ഇപ്പം അതിൽ നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരും. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി കാണാനായിട്ട്. അപ്പോൾ ഈ കോട്ടിങ്ങിന് ലൂസ്റ്റൺ ഏകദേശം 8 കൊല്ലത്തോളം വാറണ്ടി തരുന്നുണ്ട്. അതായത് 8 കൊല്ലം ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെൽസിൽ അവർ റീഫിൽ ചെയ്ത് തരും. അങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് ഒരു 8 ഇയേഴ്സേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ നോർമൽ ഒരു കോട്ടിങ് ഇപ്പോൾ ബോറോഫിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെറാമിക് കോട്ടിങ്ങിനേക്കാളൊക്കെ ഏകദേശം 5x സ്ട്രെങ്ത്ത് നമുക്ക് ഈ ഒരു കോട്ടിങ്ങിന് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും PPFനേക്കാളൊക്കെ വളരെയധികം അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവരെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അതായത് ഓരോ വണ്ടിക്കും പല പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പ്രൈസ് പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് ഇത്രയും ക്വാളിറ്റി ഏകദേശം 8 കൊല്ലത്തോളം വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ പോകുന്ന ഒരു പുതിയൊരു കോട്ടിംഗ് ആണിത് എന്നുള്ളതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. അത് നമുക്ക് ഈ കോട്ടിങ്ങിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ സ്റ്റൈലിൽ നോക്കുമ്പോൾ ഇത് നമ്മൾ ത്രൂ ഔട്ട് ബ്ലാക്ക് അടിച്ചേക്കുന്നതാണ്. അതൊരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബോഡി ഫിനിഷിൽ അടിച്ചേക്കുന്ന ഡീക്രോമിൻ്റെ എലമെൻ്റ് ആണ്. അതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കി. അതായത് ഒരു കമ്പനി പെയിൻറ്റും ഈ ലൂസ്റ്റൺ ചെയ്ത പെയിൻറ്റ് ക്വാളിറ്റിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് നിങ്ങൾ നോക്കി. അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. പെർഫെക്റ്റ് മാച്ച് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും പുറത്തുനിന്ന് ചെയ്തത് ഫാക്ടറി ഫിറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ആ ഒരു ക്വാളിറ്റിയിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ കിയയുടെ ലോഗോ നമ്മൾ താണ്ടെ ഗൺ മെറ്റൽ ഗ്രേയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ താണ്ടെ ഓഫ് കോഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, നോർമൽ സോണറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. കണ്ട് ഇവിടെ ത്രൂ ഔട്ട് പോകുന്ന ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. കംപ്ലീറ്റ്ലി LED ആണ്. ഇവിടെ താണ്ടെ ഫോഗ് ലാമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോർണറിംഗ് ലാമ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 16 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ ത്രൂ ഔട്ട് താണ്ടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ താണ്ടെ ഈ റെഡ് കളർ കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. യെസ്, നമ്മൾ കാലിപ്പേഴ്സിനെ നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കോട്ടിങ്ങിൻ്റെ പാട്ടായിട്ട് താണ്ടെ ഇവർ നമ്മൾ ഈ കൂടുതലും നമ്മൾ ടച്ച് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടല്ലോ അവിടെയൊക്കെ ദാണ്ടെ PPFൻ്റെ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാണ്ടെ ഒരു സൺഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒറിജിനൽ നമുക്കിപ്പം ലീഗലി അലൗഡ് ആയിട്ടുള്ള ആ ഒരു ലിമിറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ബ്ലൂ കളർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പല നല്ല പ്രീമിയം ഇപ്പോൾ നമ്മുടെ 3 സീരീസിലൊക്കെ നമ്മൾ ചെയ്ത സൺഫിലിമിന് ഒരു ബ്ലൂയിഷ് ടിൻ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ UV പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത്. ആ ഒരു ഫിലിം തന്നെയാണ് നമ്മൾ ഇന്ന് ലൂസ്റ്റണിയും ചെയ്തിരിക്കുന്നത്. HTX എന്ന് പറയുന്നൊരു മോഡല് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വാല്യൂ ഫോർ മണിയുള്ള മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം
11.5 ലാക്ക് സംതിങ് ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്കൊരു 13 പോയിൻറ്റ് സംതിങ്ങിന് ഓൺ റോഡിൽ ഇത്രയും ഫീച്ചേഴ്സോടുകൂടി വണ്ടി ഇറക്കാൻ പറ്റും. അതൊന്നും പറയാനില്ല, വളരെയധികം വാല്യൂ ഫോർ മണി ഒരു ഡീലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കും കൂടെ ഒന്ന് കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പോകാം. ഇനിയിപ്പോൾ നമ്മുടെ ബാക്ക് പ്രൊഫൈൽസ് ആണെങ്കിലും ദാണ്ട് ഇതും കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസം. നിങ്ങൾ ഈ ഒരു സോണറ്റിൻ്റെ ഒരു വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡീക്രോം ചെയ്തിട്ടുണ്ടാവണം. ഇതുപോലെ ബ്ലാക്ക് കളറും കൂടെ അല്ല, ഇതുപോലെ അടിപൊളി ഒരു കോട്ടിങ്ങും കൊടുക്കുക. ലൂസ്റ്റൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ എന്താണ് നമ്മൾ ഈ ഒരു ഗൺമെറ്റൽ ഗ്രേഡർ എലമെൻറ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്, കിയയുടെ ലോഗോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്ന അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. ഇത് ശരിക്കും ഇതിന് ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കെന്നുള്ള എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അകലിങ് വന്നറ ഓടി വന്നറ. ഈ കോട്ടിങ് ഇപ്പോൾ എൻ്റെ കയ്യെ പിടിക്കുന്ന ഫിംഗറൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ സോനട്ടെന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കി, എന്ത് അടിപൊളിയാണെന്നുള്ളത്. ഇനി ഇവരുടെ ഈ കോട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇത്ര ക്വാളിറ്റി ഉള്ള കോട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓടി വന്ന് 10 മണിക്കൂറും കൊണ്ടോ 12 മണിക്കൂർ കൊണ്ടൊന്നും ഇത് ഫിറ്റ് ആവത്തില്ല. ഇത് ശരിക്കും പ്രോപ്പറായിട്ട് അതിൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 48 മണിക്കൂറോളം നമ്മൾ കോട്ടിങ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിടണം. ഇതിൻ്റെ അകത്ത് കുറേയധികം ടോപ്പ് സീക്രട്സ് ഉണ്ട്. ഇവർക്ക് ഈ പറയുന്ന ട്രെയിനിങ് ഒക്കെ കിട്ടിയത് ഇൻ്റർനാഷണൽ ലെവലാണ്, അതൊന്നും പുറത്ത് പറയേണ്ടെന്നാണ് ഓണർ പറഞ്ഞേക്കുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുന്ന പറഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ഒന്ന് കയറാം. ഈ ഒരു ഡീസൽ എഞ്ചിൻ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസോടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോസിൽ കയറിയിരിക്കുമ്പം ഇവനൊരു ശരിക്കും ഒരു മിനി SUV-യിൽ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു മോഡലാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി മോഡലാണ്, ഫുൾ ഓപ്ഷൻ അല്ല. പക്ഷേ ഇൻറ്റീരിയർ കണ്ടാൽ ഫുൾ ഓപ്ഷൻ അല്ലെന്നുള്ളത് പറയുക. അതാണ്ട് സൺ റൂഫ് വരുന്നുണ്ട്, വയർലെസ് ചാർജർ വരുന്നുണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ ഇതാണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 6 സ്പീഡ് മാനുവൽ ഡീസലാണ് വരുന്നത്. ഒരു ഡ്യുവൽ കളർ ഷെയ്ഡാണ്, ഒരു ക്രീമിഷ്. എന്നാൽ ഇത് ലെതർ അല്ലാത്തതുകൊണ്ടും നോർമൽ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ അത്രയധികം ചെളിയാവത്തില്ല. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ബീജും കൂടെ പോയിട്ടുള്ളൊരു കളർ തീമാണ്. ശരിക്കും നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ഇവിടെ നോർമൽ ഇതൊക്കെ മൂടി വെച്ചേക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ സൺഫിലിം ഒട്ടിച്ചേക്കുന്നുണ്ട്, അത് പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഒരു സൺഷെയ്ഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ബൈക്കിൽ ദാണ്ട് റിയർ AC വെൻറ്റ്സ് വരുന്നുണ്ട്. അവിടെ ദാണ്ട് എക്സ്ട്രാ ഒരു കളർ തീമും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. 2 ഫാസ്റ്റ് ചാർജറാണെന്ന് തോന്നുന്നു, ചാർജിങ് സോക്കറ്റ്സും അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്നിട്ട് അതിന് മുമ്പ് നിങ്ങൾക്ക് ബോണറ്റോടെ ഞാൻ കാണിച്ചു തരാം, എഞ്ചിൻ ബേ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന പോലെ 1 2 3 4 സിലിണ്ടർ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇതിന് ഏകദേശം 115 PS പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കോളം വരുന്നുണ്ട്. വളരെ ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സ്ക്രീനൊക്കെ ആണെങ്കിൽ നല്ല പ്രോപ്പർലി ഇതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിനാണെന്ന് പറയത്തില്ല, അത്ര സൈലൻ്റ് ആയിട്ടാണ് താണ്ട് ഇവനെ കമ്പനി മാനേജ് ചെയ്തേക്കുന്നത്. എന്താ കാണിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. വളരെ സൈലൻ്റ് ഒരു എഞ്ചിനാണ്. ഇവിടെയും തണ്ട് 2 പവർ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്, തണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇവൻ കീ വരെ പ്ലേസ് ചെയ്യാനായിട്ട് തണ്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓടി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് മുന്നോട്ടെടുത്തിട്ട് ഇവൻ്റെ മെയിൻ യൂസ് പീസ് പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ തണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കേസ് എന്ന് പറയുന്നത് ഇത് ഡീസൽ എഞ്ചിനാണോ പോലും നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു പെട്രോളിൻ്റെ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫീലിംഗ് നമുക്ക് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ആ നോയ്സൊക്കെ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും നമുക്കൊരു കുഞ്ഞ് കോമ്പാക്റ്റ് വണ്ടി കൊണ്ടുപോകുന്ന സ്റ്റൈലിൽ ഇവനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതാണ്ട് ആ ഒരു ഡീസലിൻ്റെ ടോർക്ക് ഇപ്പോൾ ഏകദേശം 250 Nm ഇവന് ടോർക്ക് വരുന്നുണ്ടല്ലോ. ആ ഒരു ടോർക്ക് തണ്ട് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോനറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇത് എടുക്കുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇവൻ്റെ മൈലേജ് ആയിരിക്കും. സിറ്റിയിൽ കമ്പനി പറയുന്ന ഏകദേശം 16 തൊട്ട് 18 കിലോമീറ്ററും നമ്മുടെ ഹൈവേയിൽ വരുമ്പോൾ 20 തൊട്ട് 24 കിലോമീറ്ററുമാണ്. അത് തള്ളല്ല, അത് ശരിക്കും കിട്ടുന്ന ഒരു കിലോമീറ്റർ മൈലേജ് തന്നെയാണ്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സമയത്ത് പോലും ഞാൻ എടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വണ്ടി പിന്നെ ഡെലിവറി ആയ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ആക്സലേഷൻ ഒന്നും കാണിച്ച് ഒത്തിരി ഷോ കാണിക്കാത്ത, ഷോ അല്ല ഒത്തിരി അഗ്രസീവായിട്ട് നമ്മൾ ചെയ്യാത്ത. പക്ഷേ നമുക്കിപ്പോൾ പോലും 14 മുകളിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ തിരക്കിൽ ഈ ഒരു കുഞ്ഞ് സാഹചര്യത്തിൽ പോലും. അപ്പോൾ ഇതൊരു ഹൈവേ ഡ്രൈവിംഗ് വരുമ്പോൾ എത്രമാത്രം മൈലേജ് കിട്ടുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഈ ഒരു പൈസയ്ക്ക്, അതായത് ഏകദേശം 11.5 lakhs എക്സ് ഷോറൂം പ്രൈസും 13.5 സംതിങ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത്
ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ഡീലാണെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ഈ വണ്ടി ഓടിക്കുമ്പോൾ പറ്റുന്ന വേറൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ സർഫസിലേക്ക് ഫ്ലോട്ടഡ് ആയിട്ട് പോകുന്ന പോലെ, അതായത് അഗ്രസീവായിട്ട് നമ്മൾ ചാടി പോകുന്നൊരു പെപ്പി എഞ്ചിൻ സ്റ്റൈലൊന്നുമല്ല, നമ്മൾ റോഡിൽ ഇരുന്ന് ആ ഒരു മെച്യൂർഡ് സ്റ്റൈലിൽ പോകുന്ന ഫീലിംഗ് തന്നെയാണ് താണ്ട് ഇത് കിട്ടുന്നത്. ഇപ്പോൾ അഖിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊഞ്ഞാലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ടോർക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയും സി സി ഉള്ളൊരു എഞ്ചിൻ ഉള്ളതുകൊണ്ടുമാണ് ഇവൻ ഈ ഒരു സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ BP കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും, അതായത് 360 ഡിഗ്രി താണ്ടെ പാർക്കിംഗ് സെൻസേഴ്സും താണ്ടെ ഇവന് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും സ്റ്റിയറിംഗ് വളരെ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റാണ്. ഇത് 6 സ്പീഡ് താണ്ടെ മാനുവൽ ഗിയർ ബോക്സ് ആണ് കേട്ടോ. 5 അല്ല 6 സ്പീഡ് വരുന്നുണ്ട്. പിന്നെ ഇതിന് IMT വേരിയൻ്റ് ഉണ്ട്, ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, ഡിഫറെൻറ്റ് കാറ്റഗറീസും താണ്ടെ അതിന് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ് കേട്ടോ. ആ ഡീസൽ വരുമ്പോഴത്തേക്കും ഡീസൽ പ്ലസ് മാനുവൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. നോക്കി അഖിലൊന്ന് കാണിച്ചു കൊടുത്തറ, കണ്ടോ? ആ ഒരു ഡീസലിൻ്റെ പഞ്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് താണ്ട് ഇവൻ്റെ ഒരു ഡിസൈനിങ്ങും താണ്ട് എന്ത് ചെയ്തേക്കുന്ന കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ഈ കോട്ടിങ്ങും ഈ ഡീക്രോമിങ്, ഈ കളർ എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കോട്ടിങ്ങും ചെയ്തോണം, ഡീക്രോം ചെയ്തോണം. എസ്പെഷ്യലി ബ്ലാക്ക്. വൈറ്റ് ഒന്നും ആണെങ്കിൽ ഇനിഷ്യലി കോട്ടിങ് ചെയ്യണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ബ്ലാക്കോ റെഡോ അങ്ങനത്തെ കളറാണെങ്കിൽ കോട്ടിങ് കൊടുക്കുക. അതാണ് ഇത്രയധികം ഗ്ലോ വരുന്നതിൻ്റെ റീസൺ. ഇപ്പോൾ അഖില വീഡിയോസും വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര രസമായിട്ടുണ്ട്. ഡീക്രോമിങ്ങും തൻ്റെ സൺഫിലിം. നമുക്കിപ്പോൾ സൂര്യൻ അടിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വെയിലോ ചൂടോ ഒന്നും അടിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ UV പ്രൊട്ടക്റ്റഡ് സൺഫിലിമാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ലൂസ്റ്റണിൽ ചെല്ലുക. ഡോക്ടർ ഡ്രൈവിൻ്റെ പേര് പറഞ്ഞാൽ മതി, പുള്ളി എന്താണെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും. നല്ലൊരു മനുഷ്യനാണ്, നല്ല വക്കുമാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കേസ് എന്ന് പറയുന്നത്. നല്ല വണ്ടിയാണ്. അപ്പം എന്താണെങ്കിലും കൺഗ്രാജുലേഷൻസ് ടു ജിൻസ് ആൻഡ് ജെയിൻ. അപ്പോൾ ദിസ് ഈസ് ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.